ഹലോ വെൽക്കം ബാക്ക് ടു ഷാനാസ് ടിപ്സ് ആൻഡ് വ്ളോഗ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വെറൈറ്റി സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ്. നോമ്പൊക്കെ അല്ലേ വരാൻ പോകുന്നത്, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ്. എല്ലാത്തിൽ നിന്നും വേറിട്ടൊരു മസാല തന്നെയാണ് ഇതിൻ്റേത്. നമുക്കിനി റെസിപ്പിയിലേക്ക് എടുക്കാം. ഞാൻ ഇവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ടിതാ ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ഗ്ലാസ് ഇളം ചൂടുള്ള പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇവിടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഒരു കോഴിമുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇപ്പം തന്നെ ഈ മിക്സ് മൈദയിലേക്ക് ചേർക്കാവുന്നതാണ്. ഇതാ ഞാൻ ഈ മിക്സ് മൈദയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമുക്ക് സ്പൂൺ വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതാ നമുക്ക് കൈവച്ച് ഇത് നന്നായി കുഴച്ചെടുക്കാം. ഞാൻ അങ്ങനെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ 1 സ്പൂണ് ഓയിലും കൂടി തടവി കൊടുക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആൻഡ് പ്ലഫി ആയിട്ട് മാവ് വരുന്നതായിരിക്കും. ഇനി നമുക്കിത് ഒരു 3-4 മണിക്കൂർ വരെ ഇത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ്സിനായി ചട്നി റെഡിയാക്കാം. ഞാൻ ഇവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കഷ്ണം ഇഞ്ചി, 1 പച്ചമുളക്, 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ 1 അരമുറി നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായി അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഉപ്പും കുരുമുളകും ചേർത്ത് ചിക്കൻ വേവിച്ച് മിക്സിയിലിട്ട് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കോഴിമുട്ട ഇതുപോലെ സ്ലൈസ് ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ മയോണൈസ് എടുത്തിട്ടുണ്ട്. 3-4 മണിക്കൂറിന് ശേഷം നമ്മളെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഞാൻ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി പരത്തിയെടുക്കാം. കുറച്ച് കനത്തിൽ വേണം കേട്ടോ പരത്തിയെടുക്കാൻ. ഒരു ചപ്പാത്തിനെയും കാട്ടി കുറച്ച് കനത്തിൽ വേണം നമുക്ക് ഇത് പരത്തിയെടുക്കേണ്ടത്. അങ്ങനെ ഞാൻ 2 എണ്ണം ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ആദ്യം ഞാൻ ചിക്കൻ്റെ ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ആദ്യം തന്നെ അടയാളപ്പെടുത്താവുന്നതാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ ഇവിടെ ചട്നി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫില്ലിങ്സ് കുറച്ചായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാനിത് മയോണൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മയോണൈസൊക്കെ നന്നായി ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഞാൻ എഗ്ഗ് ഇതുപോലെ സ്ലൈസ് ആയത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യം പരത്തി വെച്ച മാവെടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ മേലിലോട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് ഞാൻ ഇതുപോലെ റൗണ്ട് ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്ന ബ്രൗൺ കളർ ആവാൻ നിൽക്കണ്ട. ഈ ഒരു കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിത് കോരി മാറ്റാം. അപ്പോഴൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലുള്ള വ്യത്യസ്തമായ റെസിപ്പിയുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരേക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.